നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീരഞ്ജ്, ബിസിനസ് ട്രാവലർ ആണ്. പിന്നെ നമ്മൾ ഇന്ന് ഒരു പുതിയ 2 വീലർ റിവ്യൂ ആണ്. ചേതക്കിൻ്റെ 3502 എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ്. ഇത് നമ്മൾ ബജാജ് കമ്പനിയുടെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു വേരിയൻ്റാണ്. ഇത് നമുക്ക് ഏകദേശം ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഒരു 1.43 ഇഞ്ച് വരും. ഇത് നമുക്ക് ഒരു ഒറ്റ ചാർജിൽ നമുക്കിതൊരു 132 കിലോമീറ്ററാണ് IDC റേഞ്ച് കമ്പനി പറയും. നമുക്കിത് എങ്ങനെ ഓടിച്ചാലും ഒരു നമ്മുടെ പെട്രോൾ വണ്ടിയൊക്കെ നോർമലി ഓടിക്കുന്നവർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 100-110 കിട്ടും. പിന്നെ ഇത് ഭയങ്കര സൈലൻ്റ് ആണ്, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. നമുക്ക് ബോഡി മൊത്തം വരുന്നത് മെറ്റൽ ബോഡിയാണ്, ഫുൾ മെറ്റൽ ബോഡിയാണ്. ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഇതെല്ലാം മെറ്റലാണ്. പിന്നെ DRL ഉണ്ട്. വണ്ടിയുടെ DRL ഞാൻ അങ്ങനെ കാണിക്കാം. ഇതാണ് വണ്ടിയുടെ DRL വരുന്നത്. പിന്നെ വണ്ടിയുടെ ഡിജിറ്റൽ സ്ക്രീൻ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ സ്ക്രീൻ വരുന്നത്. വണ്ടിയുടെ സ്ക്രീനകത്ത് നമുക്ക് ഇതിനകത്ത് ഡി എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് മോഡിലേക്ക് വരും. ഇപ്പം ന്യൂട്രലാണ്. നമ്മളിപ്പോൾ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിത് ഓണാക്കാൻ പറ്റും. സ്റ്റാൻഡ് തട്ടി കഴിയുമ്പോൾ ഡ്രൈവ് മോഡ് ഇടാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് മോഡുണ്ട്. ഇതിനകത്ത് 6 ആണ് റിവേഴ്സ് മോഡ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഡേറ്റ പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ഒരു മോഡും കൂടെ ഓണാവും, സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ്, നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ചേതക്ക് 3502ൻ്റെ ഡിജിറ്റൽ സ്ക്രീൻ. ഇതിനകത്ത് നമുക്ക് ടോപ്പ് വേരിയൻറ്റുമായിട്ട് നമുക്കിതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ടോപ്പ് വേരിയൻറ്റിനകത്ത് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കീപാഡാണ്. മറ്റേ ടോപ്പ് വേരിയൻറ്റിനകത്ത് കീപാഡ് വിത്ത് ടച്ചാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ടോപ്പ് വേരിയൻറ്റുമായിട്ട് ഇതിന് പ്രൈസ് ഡിഫറൻസ് ഏകദേശം ഒരു 13 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ടോപ്പ് വേരിയൻറ്റിന് ഏകദേശം 1.53 വരുന്നുണ്ട്. ഇത് ഏകദേശം മീൻസ് 1.53 എന്ന് പറയുന്നത് ആക്സസറീസ് ഒന്നും ഇല്ലാതാണ്. പിന്നെ ആക്സസറീസും കൂടെ വരുമ്പോൾ 1.57 വരും. ആക്സസറീസ് ഉൾപ്പെടെ 1.43 ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വേരിയൻ്റ് ഉണ്ട്, 3503 എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് വരുമ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് ഇതിനേക്കാളും കുറവാണ്. ഇതിന് ടോപ്പ് സ്പീഡ് 73 പക്ഷേ ഞാനിത് 80 വരെ വണ്ടി കയറും, 80 വരെ ടോപ്പ് കയറും. മറ്റേത് വരുമ്പം 3503 എന്ന് പറയുന്ന മോഡലിന് 63 ഉള്ളൂ അതിനകത്ത് ടോപ്പ് സ്പീഡ് വരുന്നത്. പിന്നെ അതിൻ്റെ മോട്ടറിൻ്റെയും കപ്പാസിറ്റി 3.5 കിലോവാട്ട് മോട്ടർ വരുന്നത്. ഇതിന് 4.2 കിലോവാട്ട് മോട്ടറാണ് വരുന്നത്. പിന്നെ അതിനകത്താണ് ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രം ബ്രേക്ക് ആയിരിക്കും ഇവിടെ വരുന്ന, ഡിസ്ക് കാണത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ 3503-ക്കകത്ത് വരുമ്പോൾ മോട്ടറിനകത്ത് പവർ കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭകരമെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷനും കൂടുതലുള്ള മോഡലുമാണ് നമുക്ക് 3502 എന്ന് പറയുന്ന മോഡൽ. നമുക്ക് പൈസയ്ക്ക് വെർത്താണ്. നമ്മൾ 3501 എന്ന് പറയുന്ന മോഡലാണ് ടോപ്പ് വേരിയൻറ്റ്. അതിന് വരുമ്പോഴത്തേക്ക് നമുക്ക് ആകെ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് നമുക്ക് വരുന്നുള്ളൂ. ഇത് ടച്ച് സ്ക്രീനിലേക്ക് മാറും. നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാം. ഇതിപ്പോൾ ടച്ച് ചെയ്താൽ വർക്കാവത്തില്ല. കീപാഡാണ്, ഞാൻ കാണിക്കാം. കീപാഡാണ്. ഇതിനകത്ത് നമുക്ക് താഴോട്ട് പോകാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വെഹിക്കിൾ ഇൻഫർമേഷൻ, ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് എടുക്കാൻ പറ്റും. നമുക്കിത് ബാക്ക് ബട്ടണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ഇവിടെയാണ്. നമുക്കിപ്പോൾ അഡീഷണൽ ഒരു സ്പോർട്സ് മോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പിക്കപ്പിൽ ഈ വണ്ടി ടെക് പാക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പിക്കപ്പിൽ പോവും വണ്ടി. പിന്നെ ഇതിനകത്ത് ഡിക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. വണ്ടി ഓൺ ആയതുകൊണ്ടാണ് ഡിക്കി ഓപ്പൺ ആവാൻ. നമ്മൾ ഡിക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല സ്പേസാണ്. അതിനകത്ത് ഒരു ഹാഫ് ഹെൽമെറ്റും ഒരു ഫുൾ ഹെൽമെറ്റും ഇരിക്കുന്ന സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന് 35 ലിറ്ററാണ് ഇതിനകത്ത് കപ്പാസിറ്റി വരുന്നത്. 35 ലിറ്റർ നമുക്കിതിനകത്ത് ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം. വേണ്ട, ഇത്രയും സ്പേസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിനകത്ത് ചാർജിങ് പോർട്ട് വരുന്ന ഇതാണ്.
ആണ് അതിൻ്റെ ചാർജിങ് പോർട്ട്. ഇതിനകത്ത് നമുക്ക് ചാർജിങ് കേബിൾ സത്യത്തിൽ 6 ആംപിയറിൻ്റെ ആണ്. പക്ഷേ കമ്പനി പറയുന്നത് ഇത് 15 ആംപിയറിൻ്റെ പ്ലഗിൽ കുത്തണമെന്ന്. അപ്പം 16 ആംപിയറിൻ്റെ പ്ലഗ് നമ്മൾ വെച്ചിട്ട് അതിൽ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ച് പവർ കൂടുതൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി വരുന്ന 14.4 വോൾട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വരുന്നത്. പക്ഷേ നോർമലി നമുക്കിപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ദൂരെ പോയി നമുക്ക് 6 ആംപിയറിൻ്റെ സോക്കറ്റിൽ വേണമെങ്കിൽ കുത്തിയിട്ട് ചാർജ് ആവും വണ്ടി. പക്ഷെ നമ്മുടെ വണ്ടിക്കും പിന്നെ സോക്കറ്റിനും ഏറ്റവും നല്ലത് സോക്കറ്റ് ചിലപ്പോൾ 6 ആംപിയർ കുറേ കഴിയുമ്പോഴത്തേനും അത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. 16 ആംപിയർ ആകുമ്പോൾ നമുക്ക് അത്രയും വിഷയമില്ല. പിന്നെ ഇത് ഇങ്ങനെ സീറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ലോക്കായി. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ 350 നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് ഒരു ഏറ്റവും വലിയ ബാക്ക് വരുന്ന ഡ്രം ബ്രേക്കാണ്. പിന്നെ 350 പക്ഷേ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടത്തില്ല, ഡ്രം ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഗാർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗാർഡിന് 2500 രൂപ ഗാർഡിന് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇപ്പം ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്സസറീസ് ഏകദേശം മാറ്റ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ്, പിന്നെ ഗാർഡ്, പിന്നെ നമ്പർ പ്ലേറ്റിനൊരു ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു 3,850 രൂപ നമുക്ക് ആക്സസറീസിനായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പം ഏകദേശം ഒരു 140 ആ റേഞ്ചിൽ നമുക്ക് ഇത് വണ്ടി നമുക്ക് ഈ ആക്സസറീസും കാര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. റോഡേ എന്ന് പറയുന്നത് നമുക്കൊരു റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംഭവം വരുന്നുണ്ട്. അത് നമുക്ക് നല്ലതാണ്. കാരണം കേരളത്തിൽ നമുക്ക് എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് നമുക്കൊരു 800 രൂപ ചിലവ് വരുന്നുള്ളൂ. 799 രൂപയാണ്. അതിന് നമുക്കൊരു 100 കിലോമീറ്ററിനകത്ത് നമ്മുടെ ലൊക്കേഷൻ 100 കിലോമീറ്ററിനകത്ത് നമ്മൾ എവിടെ പോയാലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ബജാജ് കമ്പനി തന്നെ വന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് കൊണ്ട് കംപ്ലയിൻറ്റ് പരിഹരിച്ച് നമുക്ക് കൊണ്ട് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് വേറെ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് നമുക്കൊരു 800 രൂപ ചിലവാകുന്നുള്ളൂ ഒരു വർഷത്തേക്ക്. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ പിന്നെ റിന്യൂ ചെയ്തെടുക്കണം. വേണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ബജാജ് 350 വരുന്നത്. എനിക്ക് തോന്നിയത് 350 എന്തുകൊണ്ടും നമുക്കൊരു ടച്ച് സ്ക്രീനിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. നമുക്കൊരു നല്ലൊരു 13,000 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹോൾഡറും മൊബൈൽ ഹോൾഡറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ ചാർജബിൾ പോർട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. മറ്റേതിനകത്ത് 350 വരുമ്പോൾ ഇവിടെ നമുക്കൊരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് യൂസൊന്നുമില്ല. സെയിം കപ്പാസിറ്റി തന്നെ വരുന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം, ഒരു വാട്ടർ ബോട്ടിൽ വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാം. പിന്നെ ഇതിൻ്റെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കീപാഡ് വേറൊരു ഇപ്പോൾ നമുക്ക് ഓല, ഏതർ, TVS, iQube ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ അതിനകത്തേക്കാളിലുമൊക്കെ ഏറ്റവും നല്ല കീപാഡുകളാണ് ഇതിനകത്ത്. നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നല്ല ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മോഡലിനകത്ത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഭംഗിയാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് കാണാൻ തന്നെ ഇത്രയും ഭംഗിയുള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം ബാക്കിയെല്ലാം നോക്കുമ്പോൾ വേറൊരു രൂപമാണ്. ഇതിപ്പോൾ പെട്രോൾ സ്കൂട്ടറിൻ്റെ അതേ ലുക്കിൽ തന്നെയാണ് ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മെറ്റൽ ബോഡി ആയതുകൊണ്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിങ്ങും അതെല്ലാം നമുക്ക് കണ്ടാലും നമുക്കൊരു എന്താ പറയണ്ട ഒരു അട്രാക്ഷൻ നമുക്കത് ഫീൽ ചെയ്യും. ആർക്ക് കണ്ടാലും. അപ്പോൾ ഞാനാണെങ്കിൽ ഈ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടി എങ്ങനെയാണ്, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു യൂട്യൂബിലൊരു നമ്മളൊരു ബ്ലോഗായിട്ട് ഇത് ചെയ്യാൻ, വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ചേതക്കിൻ്റെ 3502ൻ്റെ കാര്യങ്ങൾ. ഇതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റെ പേര് ശ്രീരഞ്ജ്, എൻ്റെ ചാനലിൻ്റെ പേര് ശ്രീരഞ്ജ് ശിവൻ ബിസിനസ് ട്രാവലർ. ഓക്കെ, വണ്ടി നമ്മൾ ഫുള്ളായിട്ടൊന്ന് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ മാറ്റിട്ടേക്കുവാണേ. മാറ്റില്ലെങ്കിൽ നടിങ്ങനെ വരും ബോഡി വരുന്നത്. ഓക്കെ, അപ്പം എന്നാൽ ഓക്കെ, ശരി, എല്ലാവർക്കും
സൺഡേ, ഇന്ന് സൺഡേ ആണ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി സൺഡേ. ഇങ്ങനെ ചേതക്ക്. ഓക്കെ, എന്നാൽ ശരി, ഓക്കെ.